അസ്സലാമു അലൈക്കും. മുവാസാത്തുൻ തിഫ്ല എന്ന കവിതയ്ക്ക് ശേഷമുള്ള ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. പേജ് നമ്പർ 43. നഖ്റഉ അൽ ജുമല ലാത്തിയ വ നുഖാരിനുഹ ബിസ്തൂരിൽ മൻലൂമി വ നുറത്തിബുഹ ഹത്ത തസ്വീറ ഹിക്കായ. നഖ്റഉ അൽ ജുമല ലാത്തിയ, നഖ്റഉ നാം വായിക്കുന്നു. അൽ ജുമല ലാത്തിയ താഴെ കൊടുത്ത സെൻറ്റൻസുകൾ, ജുംലകൾ വായിക്കുക. വ നുഖാരിനുഹ അതിനെ താരതമ്യം ചെയ്യുക, കമ്പയർ ചെയ്യുക. ബി സുത്തൂരിൽ മൻലൂമി കവിതയുടെ വരികളുമായിട്ട്. നമ്മൾ നേരത്തെ മുവാസാത്തുൻ തിഫ്ല എന്ന കവിതയുടെ വരികളുമായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നു. ശേഷം വ നുറത്തിബുഹ നാം അതിനെ ക്രമപ്പെടുത്തുന്നു, അതിനെ ഓർഡർ ആക്കുന്നു. ഹത്ത തസ്വീറ ഹിക്കായ അതൊരു കഥയാകുന്നത് വരെ. അപ്പോൾ നമ്മൾ കവിതയുടെ ഓരോ വരിയുടെയും അതിനോട് അനുയോജ്യമായിട്ട് താഴെ കൊടുത്തിട്ടുള്ള ഈ വരികളെ, ഈ സെൻറ്റൻസുകളെ എന്ത് ചെയ്യുക, ക്രമപ്പെടുത്തുക. കുന്ന ഖദ് വഖദ് അസിഫൽ മസാഉ നംഷിൽ ഹുവൈന ഫിൽ ഹലായി എന്ന കവിതയുടെ വരി വായിച്ചിട്ട് അതിനോട് യോജ്യമായ, അതിൻ്റെ ആശയത്തോട്, ഇതിൻ്റെ അർത്ഥത്തോട് യോജിക്കുന്ന ഈ വരി ഇതിലേതാണെന്ന് നമ്മൾ കണ്ടെത്തുക. അതാണ് നമ്മുടെ ഈ വർക്ക്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതിൻ്റെ അർത്ഥങ്ങൾ, അർത്ഥങ്ങൾ ഞാൻ പറയാം. ഇത് നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ട് ഈ കവിത വായിച്ച് കവിതയുടെ ഒന്നാമത്തെ വരിയുടെ അർത്ഥത്തോട്, ആശയത്തോട് വരുന്ന വരി ഇതിലേതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ വരി, ഖാബത്ത് വബ്തഅദത് അന്നി വ അന ഇൻതളർതുഹ മുൽതരിബൻ ഖലികൻ. ഖാബത്ത് അവൾ മറഞ്ഞു. ഖാബത്ത് എന്ന് പറഞ്ഞാൽ അവൾ മറഞ്ഞു. വബ്തഅദത് ഇബ്തഅദ എന്ന് പറഞ്ഞാൽ അകന്നു, വിദൂരത്തായി. അന്നി എന്നിൽ നിന്നും അവൾ അകന്നു, അവൾ മറഞ്ഞു, വിദൂരത്തായി. വ അന ഇൻതളർതുഹ വ അന ഞാൻ, ഇൻതളറ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. ഇൻതളർതുഹ ഞാൻ അവളെ പ്രതീക്ഷിച്ചു, പ്രതീക്ഷിച്ചു നിന്നു. എങ്ങനെ? മുൽത്വരിബൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയോടെ, ഖലിക്കൻ എന്ന് പറഞ്ഞാലും അതേ മീനിങ്ങാണ്. അസ്വസ്ഥതയോടെ ഞാൻ അവളെ ഇങ്ങനെ പ്രതീക്ഷിച്ചു നിന്നു. രണ്ടാമത്തത്, ഫമറർന ബിബൈത്തിൻ ലഈഫിൻ ഹഖീരിൻ യകാദു അൻ യസ്ഖുത. ഫമറർന അപ്പോൾ ഞാൻ നടന്നു. ഫമറർന അപ്പോൾ ഞങ്ങൾ നടന്നു. ഈ ജിബ്രാനും മോളും കവിത അതാണല്ലോ. ഫമറർന അപ്പോൾ ഞങ്ങൾ നടന്നു. ബിബൈത്തിൻ ലഈഫിൻ, ബിബൈത്തിൻ എന്ന് പറഞ്ഞാൽ ഒരു ജാനിബ്, ഒരു വീടിൻ്റെ അടുത്തുകൂടെ ഞങ്ങൾ നടന്നു. ലഈഫിൻ ഒരു ദുർബലമായ ഒരു വീടിൻ്റെ അടുത്തുകൂടെ നടന്നു. ഹക്കീരിൻ ഒരു ചെറിയ നിസാരമായിട്ടുള്ള ദുർബലമായ ഒരു വീടിൻ്റെ അടുത്തുകൂടെ ഞങ്ങളിങ്ങനെ നടന്നു. യകാദു അൻ യസ്കുത, സഖത്ത യസ്കുത എന്ന് പറഞ്ഞാൽ വീഴുക, പതിക്കുക എന്നാണ്. അപ്പോൾ യകാദു അൻ യസ്കുത ആ വീട് പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വീടിൻ്റെ, നിലം പൊത്താറായിട്ടുള്ള, പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള ഒരു വീടിൻ്റെ അടുത്ത് കൂടെയാണ് ഞാനും മോളും നടന്നത്. ഇനി മൂന്നാമത്തെ വരി, അഖീറൻ തബിഉതുഹ വ മശൈതു നഹ്വൽ ബൈത്തി ദൂന അൻ തശ്ഉറ ബിഖുദൂമി. അഖീറൻ അവസാനം, തബിഉതുഹ ഞാൻ അവളെ പിന്തുടർന്നു. വ മശൈതു ഞാൻ നടന്നു. നഹ്വൽ ബൈത്തിൻ ആ വീടിന് നേരെ നടന്നു. നഹ്വ എന്ന് പറഞ്ഞാൽ നേരെ, അതിന് നേരെ. നഹ്വൽ ബൈത്തിൻ ആ വീടിന് നേരെ ഞാൻ നടന്നു. ദൂന കൂടാതെ, അൻ തശ്ഉറ അറിയാതെ, ബി ഖുദൂമി എൻ്റെ വരവ് അറിയാതെ, അതായത് ഞാൻ വരുന്നത് അറിയിക്കാതെ, മെല്ലെ പതുങ്ങിയാണ് ഞാൻ വരുന്നത് അവളെ അറിയിക്കാതെ മെല്ലെയാണ് ഞാൻ അവിടേക്ക് പോയത്. പിന്നെ അടുത്ത വരി, ذات مساء كنت أمشي مع ابنتي ليلى في ميدان خال. ذات مساء ഒരു ദിവസം വൈകുന്നേരം
കുൻതു ഞാനായിരുന്നു, അംശി ഞാൻ നടക്കുകയായിരുന്നു, മാ ഇബ്നത്തി എൻ്റെ മകളുടെ കൂടെ, ലൈലയുടെ കൂടെ നടക്കുകയായിരുന്നു, ഫി മൈദാനിൻ ഖാലിൻ ഒരു ഒഴിഞ്ഞ ഒരു പ്രദേശത്തു കൂടെ, ഒരു തുറന്ന ഒരു പ്രദേശത്തു കൂടെ ഞാനും എൻ്റെ മകൾ നടക്കുകയായിരുന്നു. ഇനി അടുത്ത വരി, തഖിഫു ലൈല ബൈന അഗ്ലാഇൻ ഹാദിഹിൽ ഉസ്രത്തി കമലകിൻ യഖൂമു ബിത്താസിയത്തിൻ. തഖിഫു ലൈല നിൽക്കുന്നു, ബൈന അഗ്ലാഇൻ ആളുകൾക്കിടയിൽ, മെമ്പേഴ്സിനിടയിൽ നിൽക്കുന്നു, ഹാദിഹിൽ ഉസ്രത്തിൻ ആ കുടുംബത്തിലെ ആളുകൾക്കിടയിൽ ലൈല നിൽക്കുന്നു, കമലകിൻ ഒരു മാലാഖയെ പോലെ, യഖൂമു ബിത്താസിയത്തിൻ അവൾ എന്ത് ചെയ്യുന്നു എന്നിട്ടോ, അവൾ നിൽക്കുന്നുണ്ട്, എങ്ങനെ, ബിത്താസിയത്തിൻ ആശ്വസിപ്പിക്കുന്നു, അവരെയൊക്കെ സമാധാനിപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുകയാണ്. ഒരു മാലാഖയെ പോലെ അവൾ ആ കുടുംബത്തിലെ കുട്ടികളെയും അവരെയൊക്കെ എന്ത് ചെയ്യുന്നു, ആശ്വസിപ്പിക്കുന്നു, ആശ്വാസം പകരുന്നു, സാന്ത്വനിപ്പിക്കുന്നു. അടുത്ത വരി, ഔഖഫ്തനി ലൈല വ അസ്റാത്ത് ഖൽലിബാൻ. ഔഖഫ്തനി എന്നെ പിടിച്ചു നിർത്തി, ലൈല എന്നെ പിടിച്ചു നിർത്തി, എന്നോട് നിൽക്കാൻ ആവശ്യപ്പെട്ടു. വ അസ്റാത്ത് അവൾ പെട്ടെന്ന് പോയി, ഖൽലിബാൻ ഒരു മാനിനെ പോലെ പെട്ടെന്ന് ഓടിപ്പോയി, എന്നിൽ നിന്നും അവൾ ഓടിപ്പോയി, ഒരു മാനിനെ പോലെ പെട്ടെന്ന് ചാടി ഓടിപ്പോയി. അടുത്ത വരി, വജത്തു ഹുനാക ഇംറഅത്തൻ ബാഇസത്തൻ യൽഹറു ഫി വജ്ഹിഹ അസ്റുൽ ബുകാഇ. വജത്തു ഞാൻ കണ്ടു, വജദ കണ്ടു, തുവന്ന് ഞാൻ, അപ്പോൾ അത് കൂട്ടി വായിക്കാം, ദാലും താവും ആയതുകൊണ്ട് വജത്തു ഞാൻ കണ്ടു, ഹുനാക അവിടെ ഞാൻ കണ്ടു, ഇമ്രാത്തൻ ഒരു സ്ത്രീയെ കണ്ടു, ബാഇസത്തൻ പാവപ്പെട്ട ദരിദ്ര ആയിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ അവിടെ കണ്ടു. യൽഹറു വെളിവായിട്ടുണ്ട്, ഫി വജ്ഹിഹ അവളുടെ മുഖത്ത് തെളിഞ്ഞ് കാണുന്നുണ്ട്, അസുറൻ അടയാളം, അൽ ബുക്കായിൻ കരഞ്ഞതിൻ്റെ, ധാരാളം കരഞ്ഞതിൻ്റെ പാടുകൾ അവളുടെ മുഖത്തുണ്ട്. അല്ലേ പറഞ്ഞോളൂ, ഒരു അലങ്കാരികമായിട്ട് പറഞ്ഞു, കരഞ്ഞ് ഒരു അടയാളം വരുമെന്ന് പറയില്ല, അതുപോലെ കണ്ണീരിങ്ങനെ ഇതായിട്ട്, അപ്പോൾ എന്താണ്, കരഞ്ഞതിൻ്റെ ഒരു പാടുകൾ, അടയാളങ്ങൾ അവളുടെ മുഖത്ത് കാണുന്നുണ്ട്. വലമ്മ റജഅതു ഇലയ്യ തബസ്സംതു വഖുൽതു ലഹ അഹ്സൻതി യാ ഇബ്നതി ഹകദ റഹ്മതു വറഅഫ ബിൽബാഇസീന ഔതസു ബികി വഅഫ്തഖിറു ഫി അഅമാലികി. വലമ്മ റജഅത്ത് മടങ്ങിയപ്പോൾ, അവൾ മടങ്ങിയപ്പോൾ, ഇലയ്യ എന്നിലേക്ക്, വലമ്മ അപ്പോൾ, റജഅത്തിൻ അവൾ മടങ്ങിയപ്പോൾ, ഇലയ്യ എന്നിലേക്ക് മടങ്ങിയപ്പോൾ, തബസ്സംതു ഞാൻ പുഞ്ചിരിച്ചു, വഖുൽതു ഞാൻ പറഞ്ഞു, ലഹ അവളോട് പറഞ്ഞു, അഹ്സൻതി എന്ന് പറഞ്ഞാൽ വളരെ നല്ലത്, വെരി ഗുഡ്, വളരെ നല്ലത്, യാ ഇബ്നതി ഏ മോളെ വളരെ നല്ലത്, ഹാക്കദ ഇപ്രകാരമാണ്, റഹ്മത്തുൻ കാരുണ്യം ചെയ്യുക, കാരുണ്യം കാണിക്കുക എന്നുള്ളത് ഇതുപോലെയാണ്, അതുപോലെ റഅഫത്തുൻ ദയ കാണിക്കുക എന്നുള്ളതും, ദയ അതുപോലെ സ്നേഹം, അതുപോലെ കാരുണ്യം, അലിവ് ഒക്കെ കാണിക്കൽ ഇതുപോലെയാണ്, ബിൽബായിസീന ദുരിതം അനുഭവിക്കുന്നവരോട്, പാവപ്പെട്ടവരോട്, നിരാലംബരായിട്ടുള്ളവരോട് അല്ലെങ്കിൽ പാവപ്പെട്ടവരോട്, ബായിസീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരോട്, ദുരിതം അനുഭവിക്കുന്നവർ, അവരോട് കാരുണ്യം അതുപോലെ ദയ അലിവൊക്കെ കാണിക്കൽ ഇതുപോലെയാണ്, വെരി ഗുഡ് എന്ന് പറഞ്ഞു. ഔതസു ബിക്കി ഞാൻ അഭിമാനിക്കുന്നു, ബിക്കി നിന്നെക്കൊണ്ട് ഞാൻ, ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയില്ല, നിന്നെക്കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു, അതുപോലെ അഫ്തഖിറു ഫി അഅമാലികി, അഫ്തഖിറു അതും അതുപോലെ തന്നെയാണ്, അഭിമാനിക്കുന്നു, ഫി അഅമാലികി നിൻ്റെ പ്രവർത്തനം കൊണ്ടും അതുപോലെ നിന്നെക്കൊണ്ടും ഞാൻ അഭിമാനിക്കുന്നു. അടുത്ത വരി,
വലമ്മ ഹാന വക്തുൽ ഇഷാ ഇ അറദിന ബിറുജു ഇ ഇലൽ മസ്കൻ. വലമ്മ ഹാന ആയപ്പോൾ, വക്തുൽ ഇഷായിൻ്റെ സമയമായപ്പോൾ. ഹാന എന്ന് അതിൻ്റെ അർത്ഥം പറയുമ്പോൾ ആ സമയത്ത് അതിനെ സൂചിപ്പിക്കാൻ ഹാന ഹീന ഒക്കെ ഉപയോഗിക്കുന്നത്. വലമ്മ അപ്പോൾ, ഹീന ആ സമയമായപ്പോൾ, വക്തുൽ ഇഷായിൻ്റെ സമയമായപ്പോൾ, അറദിന ഞങ്ങൾ ഉദ്ദേശിച്ചു, ബിറുജു മടങ്ങാൻ ഉദ്ദേശിച്ചു, ഇലൽ മസ്കൻ വീട്ടിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചു. പിന്നെ വ മഅഹ സബഅത ഔലാദിൻ അസ്ഫറു ലൗനി നഹീഫിൽ ജിസ്മി. അടുത്ത വരി വ മഅഹ ആ സ്ത്രീയുടെ കൂടെയുണ്ട് സബഅത ഔലാദിൻ 7 മക്കളുണ്ട്, അസ്ഫറ ലൗനിൻ മഞ്ഞ നിറത്തിലുള്ള, അസ്ഫറന മഞ്ഞ, ലൗന് നിറം. അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള 7 മക്കൾ ആ സ്ത്രീയുടെ കൂടെയുണ്ട്. ആ പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള വീട്ടിലെ സ്ത്രീയുടെ കൂടെ 7 മക്കളുണ്ട്. നഹീഫൽ ജിസ്മി ശരീരം മെലിഞ്ഞ ശരീരത്തോടു കൂടിയുള്ള 7 മക്കളും ആ വീട്ടിലുണ്ട്. അടുത്ത വരി വകുൻതു മുൽതരിബൻ വ മുതശക്കികൻ ഫി ഇയാബിഹ. വകുൻതു ഞാനായിരുന്നു, മുൽതരിബൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥനായിരുന്നു ഞാൻ, വ മുതശക്കിക്കൻ സംശയമുള്ളവനായിരുന്നു, ഫി ഇയാബിഹ അവൾ മറിഞ്ഞതിൽ, അവൾ പെട്ടെന്ന് മറഞ്ഞു പോയതിൽ ഞാൻ സംശയമുള്ളവനും അസ്വസ്ഥനുമായിരുന്നു. അടുത്ത വരി വ മലാബിസുഹും സൗദാ ഉൻ ഖല്ലലാമിൻ. വ മലാബിസുഹും, മലാബിസ് എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രം, കുട്ടികളുടെയൊക്കെ വസ്ത്രമായിരുന്നു, സൗദാ ഉൻ കറുപ്പായിരുന്നു, കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു അവർ ധരിച്ചിരുന്നത്. ഏതുപോലെ, ഖല്ലലാമിൻ ഒരു ഇരുട്ട് പോലെയുള്ള. വ ഉയൂനുഹും അവരുടെ കണ്ണുകളായിരുന്നു, മുഹ്മറത്തുൻ ചുവന്നിരുന്നു, മിസ്ല ദമാഇൻ രക്തം പോലെ, ദമ് പറഞ്ഞ രക്തം, മിസ്ല ദമാഇൻ രക്തം പോലെ ചുവന്നിരുന്നു. ബി കസറത്തിൽ ബുക്കായിൻ ധാരാളം കരഞ്ഞതുകൊണ്ട്, ബി കസറത്തിന് അധികരിച്ചതുകൊണ്ട്, ബുക്കായിൻ കരച്ചിൽ അധികരിച്ചതുകൊണ്ട് അവരുടെ കണ്ണുകളൊക്കെ രക്തം പോലെ ചുവന്നിരുന്നു. വഹജിൽതു ഫി മുആമലത്തി വറജഅതു ഇലാ മകാനി. വഹജിൽതു എനിക്ക് ലജ്ജ തോന്നി, ഞാൻ ലജ്ജിച്ചു, ഫി മുആമലത്തി എൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് ലജ്ജ തോന്നി, വറജഅതു ഞാൻ മടങ്ങി, ഇലാ മകാനി എൻ്റെ സ്ഥലത്തേക്ക് തന്നെ. എന്നെ പെട്ടെന്ന് പിടിച്ചു നിർത്തി, ലൈല ഓടിപ്പോയില്ലേ, ഞാൻ അവിടേക്ക് തന്നെ, ആദ്യം നിന്ന സ്ഥലത്തേക്ക് തന്നെ ഞാൻ തിരിച്ചു പോന്നു, മടങ്ങി. മാ കുൻതു ഞാനായിരുന്നില്ല, കുൻതു എന്ന് പറഞ്ഞാൽ ആയിരുന്നു, ഇവിടെ മാ എന്നത് വന്നു, അതുകൊണ്ട് മാ കുൻതു ഞാനായിരുന്നില്ല, ആയാലും എനിക്കറിയുമായിരുന്നില്ല, അൻ അമാലിഹ അവളുടെ പ്രവർത്തനം, അവൾ എന്തിനാണ് ഓടിപ്പോയത് എന്നുള്ള അതൊന്നും എനിക്കറിയുമായിരുന്നില്ല. അൽ ഖൈരിയ അവളുടെ ഈ നല്ല പ്രവർത്തനത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. വ നിയത്തിഹ അൽ ഖാലിസ, വ നിയത്തിഹ അവളുടെ ഉദ്ദേശത്തെക്കുറിച്ചും, അൽ ഖാലിസ നിഷ്കളങ്കമായ അവളുടെ ഉദ്ദേശത്തെക്കുറിച്ചും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ലജ്ജ തോന്നിയത്, കാരണം ഞാൻ അവളെ സംശയിച്ചു, അതുകൊണ്ട് എനിക്ക് ലജ്ജ തോന്നി. വഹിയ തോത്തീഹിം മാ ഇൻദഹ മിനൽ ഹിബാത്തിൻ വ തമുദ്ദു ഇലൈഹിം യദൽ മുസാദ. വഹിയ അവൾ, തോത്തീഹിം അവൾ നൽകുന്നു, മാ ഇൻദഹ അവളുടെ അടുക്കലുള്ളതെല്ലാം നൽകുന്നു, മിനൽ ഹിബാത്തിൻ സമ്മാനങ്ങൾ, ദാനങ്ങൾ നൽകുന്നു, വ തമുദ്ദു അത് നീട്ടുന്നു, ഇലേഹിം അവരിലേക്ക് നീട്ടുന്നു, യദൽ മുസാദ സഹായഹസ്തം എന്ന് പറയില്ലേ, സഹായത്തിൻ്റെ കൈകൾ അവരിലേക്ക് നീട്ടുന്നു. യദ് കൈ, മുസാദ സഹായം. അപ്പോൾ അവരിലേക്ക് സഹായത്തിൻ്റെ കൈ നീട്ടുന്നു, സഹായങ്ങൾ അവരിലേക്ക് ചെയ്യുന്നു. ഹിബാത്ത് പറഞ്ഞ ദാനം, ധാരാളം എന്ത് ചെയ്യുന്നു, ദാനങ്ങൾ ഇവൾ ആ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി ചെയ്യുന്നു. സഹായത്തിൻ്റെ കൈകൾ അവരിലേക്ക് നീട്ടുന്നു, സഹായം ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്. നിങ്ങളിതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇത് നിങ്ങളൊരു ഹിക്കായാക്കണം, ഒരു കഥയാക്കി മാറണം. ഇതിപ്പോൾ ഈ വരിയൊക്കെ ഓർഡറല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വരി വായിച്ച് കവിത ഓർഡറാണ്. അപ്പോൾ കവിതയുടെ ഒന്നാമത്തെ വരി പുന്ന വഖദ് അസിഫൽ മസാഉ നംഷിൽ ഹുവൈന ഫിൽ ഹല എന്നാണ്. ഞങ്ങൾ വൈകുന്നേര സമയത്ത് ഒരു തുറന്ന പ്രദേശത്തൂടെ ഞങ്ങൾ നടക്കുകയായിരുന്നു.
അതിനോട് യോജിച്ച വരി ഇവിടെയുള്ളത് ഏതാണ്? ഇവിടെ നോക്കാം. ദാത്ത മസായിൻ, ഒരു ദിവസം വൈകുന്നേരം, കുൻതു അംചി, ഞങ്ങൾ നടക്കുകയായിരുന്നു, മഅ ബിനത്തി, ഞാൻ നടക്കുകയായിരുന്നു, മഅ ഇബിനത്തി, എൻ്റെ മകളുടെ കൂടെ, ലേലയുടെ കൂടെ നടക്കുകയായിരുന്നു, ഫി മൈദാനിൻ ഖാലിൻ, ഒരു ഒഴിഞ്ഞ പ്രദേശത്തു കൂടെ നടക്കുകയായിരുന്നു. അതാണ് കവിതയുടെ കുന്നാ വഖദസിഫിൽ മസാ ഓ നംഷിൽ ഹുവൈന ഫിൽ ഹലായ എന്ന വരിയോട് ആശയത്തോട് യോജിക്കുന്ന വരി ഒന്നാമതാണ്. 1, 2, 3 നാലാമത്തെ ദാത്തൽ മസാൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഹത്താ ഇദാ ഉദിന അല സൗദിൽ മുഅദ്ദിനി ബിൽ ഇശാഇൻ എന്നുള്ള വരി വായിച്ചിട്ട് അതിനോട് യോജിക്കുന്നത് ഏതാണ് കണ്ടെത്തുക. അങ്ങനെ ബാക്കിയുള്ളതും കവിതയുടെ വരിയോട് യോജിക്കുന്നത് നിങ്ങൾ കണ്ടെത്തി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതെന്ത് ചെയ്യുക, ഒരു ഓർഡർ ആക്കി എഴുതുക. ഒന്നാമത്തെ വരി എഴുതി, 2 എഴുതി, അങ്ങനെ ഒരു കഥയാക്കി ഹിക്കായാക്കിയിട്ട് മാറ്റുക. ഇതാണ് നിങ്ങളവർക്ക് പൊതു നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. അസ്സലാമു അലൈക്കും.